ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള എന്നുള്ള ഭാഗമാണ്. കേരളത്തിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ആക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് വന്നത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മളിട്ട എല്ലാ വീഡിയോസും കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്ക് പോവാം. എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. കേരളത്തിൻ്റെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഒരു ആരംഭം എന്ന് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണല്ലോ. ബ്രിട്ടീഷ് ഭരണകാലത്തു നിന്ന് തുടങ്ങണം അല്ലേ. അതായത് 1956 മുന്നേ പ്രവിശ്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള പ്രവിശ്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. 3 പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്: തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മലബാർ എന്നറിയപ്പെടുന്ന കുറച്ച് ഭാഗം. അങ്ങനെ 3 ഭാഗമായിട്ടാണ് പ്രവിശ്യ ഭരണം. ഭരണ സൗകര്യത്തിനായിട്ട് പ്രവിശ്യകളും, ഈ പ്രവിശ്യകളൊക്കെ രാജാക്കന്മാരുടെ കയ്യിലും രാജഭരണമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പ്രവിശ്യകൾക്കും ഓരോ ആക്റ്റുകളാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ഫോം ചെയ്തതിന് ശേഷമാണ് എല്ലാം കൂടി മെർജ് ചെയ്ത് ഒന്നാക്കിയത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വെൻ കേരള സ്റ്റേറ്റ് വാസ് ന്യൂലി ഓർഗനൈസ്ഡ് ഇൻ 1956 ഡാഷ് ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് ലോസ് വേർ ഇൻ ഓപ്പറേഷൻ. അതായത് കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഏതൊക്കെ നിയമങ്ങൾ, എത്ര നിയമങ്ങളാണ്, കോപ്പറേറ്റീവ് ലോസ് ആണ് അന്ന് നിലവിലുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ 2 സുപ്രധാന നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദിക്കും 3 അല്ലേ ഉണ്ടായിരുന്നത് എന്ന്. പക്ഷേ 3 അല്ല. കാരണം തിരുക്കൊച്ചി സംയോജനം നടന്നു. തിരുവിതാംകൂറും കൊച്ചിയും കൂടി ഒന്നായി. അങ്ങനെ തിരുക്കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ മലബാറിൽ നിലനിന്നിരുന്ന മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 2 കോപ്പറേറ്റീവ് ലോസ് ആണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഓക്കെ, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നിലവിൽ വന്ന വർഷമാണ് 1951. അതായത് തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷമാണ് 1951. അതുമായി ബന്ധപ്പെട്ട ആക്ട് വന്നതാണ് കേട്ടോ 1951. പിന്നെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1932 കേട്ടോ. 1932 മലബാർ ഏരിയയിൽ ആണ് അവരുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നത്, അവരുടെ പ്രവർത്തന പരിധി ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 നിയമങ്ങളുമാണ് കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ 1956 നിലവിലുണ്ടായിരുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടായിരുന്നു, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1932 ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് രണ്ടുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ദ കേരള സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റ് ഓൺ എന്ന നിലവിൽ വന്നത് 1 നവംബർ 1956 നിലവിൽ വന്നു. അത് എങ്ങനെയാണ്? റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഏത് ബേസിസിലാണ്? ലിംഗ്വിസ്റ്റിക് ബേസിസിലായിരുന്നു. അതായത് ഭാഷാ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ആ ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന, ഫസൽ അലി കമ്മീഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഫസൽ അലി കമ്മീഷൻ്റെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണ സമയത്താണ് കേരളം നിലവിൽ വന്നത്. ഓക്കെ, 1 നവംബർ 1956. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നതെന്നാണ്? നമ്മുടെ KCS ആക്ട് 15 മെയ് 1969. അതായത് 15/5/1969 നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാവുന്നത്. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ എ ബിൽ വിച്ച് വാസ് പാസ്ഡ് ത്രൂ ദ വാരിയസ് ലെജിസ്ലേറ്റീവ് സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ ഇറ്റ് ആൻഡ് വിച്ച് ഹാസ് ബിക്കം ലോ. അതിനെ പറയുന്നത് എന്താണ്? ആക്ട് എന്നാണ് പറയുക കേട്ടോ. ഒരു ബില്ല് ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി പിന്നെ അതെന്താവും? ഒരു നിയമമാവും. അത് ആക്ട് എന്ന് പറയുന്നു. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1911 കേട്ടോ. കൊച്ചിയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1911. ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു ആക്റ്റായിട്ട് എനാക്ട് ചെയ്യുന്നത് 1913, 1913 എന്നാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തു വയ്ക്കണം. ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ 1913. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 was passed under the leadership of ദിവാൻ ശ്രീ AR ബാനർജിയുടെ ലീഡർഷിപ്പിലാണ് 1913 തുടക്കത്തിൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത്. പിന്നീട് ഇത് എനാക്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും
ദിവാൻ ആരായിരുന്നു? രാജഗോപാലാചാരി ആയിരുന്നു ദിവാൻ കേട്ടോ. ഹു വാസ് ദ ദിവാൻ ഓഫ് കൊച്ചിൻ സ്റ്റേറ്റ് took initiative for the enactment of Cochin Cooperative Societies Act 1913 in Cochin area എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജഗോപാലാചാരിയാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ലിമിറ്റഡ് ടു. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്തായിരുന്നു? കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൊച്ചിൻ സ്റ്റേറ്റ് ആയിരുന്നു കേട്ടോ. അടുത്തത്, ഹു വാസ് ദ ഫോർമർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഇൻ മദ്രാസ് പ്രൊവിൻസ്. മദ്രാസ് പ്രൊവിൻസിൽ രജിസ്ട്രാർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു ആര്? സി രാജഗോപാലാചാരി. അപ്പം മദ്രാസ് പ്രൊവിൻസിൽ രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്ത് ഫസ്റ്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്ത ആരാണ്? രാജഗോപാലാചാരിയാണ്. ഫസ്റ്റ് ആണോ എന്ന് അറിയില്ല, പുസ്തകങ്ങൾ അങ്ങനെ മെൻഷൻ ചെയ്യണില്ല. ഹു വാസ് ദ ഫോർമർ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് ഇൻ മദ്രാസ് പ്രൊവിൻസ് എന്നാണ് പറയണത് കേട്ടോ. സി രാജഗോപാലാചാരി. ഓക്കെ. ദ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഗേവ് മോർ പ്രയോറിറ്റി എന്തിനാ കൊടുത്തത്? കോട്ടേജ് ഇൻഡസ്ട്രീസിനാണ് കൂടുതലായിട്ട് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രാധാന്യം കൊടുത്തത് കേട്ടോ. ഓക്കെ. പിന്നെ ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ CSEB ഒരു എക്സാമിന് ചോദിച്ചിരുന്നു. അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെ? അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇറ്റ് വാസ് എ ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞ് കാണാനുണ്ട്. അപ്പം നമ്മുടെ സഹകരണ വകുപ്പിൻ്റെ സൈറ്റ് എടുത്താൽ അതിലും കാണുന്നത് അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. പക്ഷെ പണ്ട് മുതലേ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 വൈപ്പിൻകരയാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ രണ്ടും ഓർത്തിരിക്കണം കേട്ടോ. അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് അതിൻ്റെ പേരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വൈപ്പിൻകരയുടെ പേരാണോ അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത്? നിങ്ങൾക്ക് വായനയുടെ ഫലമായി എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായില്ലോ. അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എക്സാം ആൻസർ വരികയും അത് ഫൈനൽ കീ വരികയും ചെയ്തു. അതുമാത്രമല്ല, നമ്മുടെ സഹകരണ വകുപ്പിൻ്റെ സൈറ്റിലും ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ല കിടക്കുന്നത്, അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് കിടക്കുന്നത്. സോ നിങ്ങൾ രണ്ടും ഓർത്ത് വയ്ക്കണം. ഓക്കെ. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇറ്റ് വാസ് എ ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഓക്കെ. പിന്നെ എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ വൈപ്പിൻകര രജിസ്റ്റർ ചെയ്തത് 1914 കേട്ടോ. 16/5/1914. ഇപ്പോൾ എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1 എന്ന പേരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1918. തൃശ്ശൂരായിരുന്നു ആസ്ഥാനം കേട്ടോ. പിന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർഷം 1930. ഓക്കെ. എങ്ങനെ? കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1918. 1911 കേട്ടോ. 1911 ആലോചിച്ച് വയ്ക്കുക. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് 1930 ആലോചിക്കുക. ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മന്ത്ലി പബ്ലിക്കേഷനാണ് സഹകരണ പ്രബോധിനി എന്നത്. ഓക്കെ. സഹകരണ പ്രബോധിനി എന്നത് ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മന്ത്ലി പബ്ലിക്കേഷനാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്നത് 1918 തൃശ്ശൂർ ആസ്ഥാനം. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1930. പിന്നെ അവരുടെ തന്നെ ജേണലാണ്, മന്ത്ലി പബ്ലിഷ്ഡാണ് സഹകരണ പ്രബോധിനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അതൊക്കെ കൊച്ചിയായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ട്രാവൻകൂറിലേക്ക് വരുമ്പോൾ, അപ്പോൾ 13ത്തെ കാര്യം പറഞ്ഞു, അതെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി ട്രാവൻകൂറിലേക്ക് വരുമ്പം ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് 1914 കേട്ടോ. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് 1914. ഫസ്റ്റ് ആക്ട് ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു രാജഭരണത്തിലുണ്ടായിരുന്നത്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഈ ട്രാവൻകൂർ സ്റ്റേറ്റിലെ ഫസ്റ്റ് ആക്ടായ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സഹകരണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൻ്റെ ഡേറ്റ് പഠിച്ചു വെക്കണം. മാർച്ച് 3 കേട്ടോ. 1913 മാർച്ച് 3 വരുന്നത്. ആ സമയത്ത് കൃഷ്ണൻ നായരായിരുന്നു ദിവാനായിരുന്നുണ്ടായിരുന്നത് കേട്ടോ. M കൃഷ്ണൻ നായരാണ് ആ സമയത്ത് ദിവാനായിരുന്നത്. അപ്പോൾ ബില്ല് വന്ന ഡേറ്റ്, പാസ് ചെയ്ത ഡേറ്റ് ഓർത്ത് വയ്ക്കണം. 3 മാർച്ച് 1914 കേട്ടോ. 3 മാർച്ച് 3/3/14 ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. 3/3/14 എന്ത് വന്നത്? ട്രാവൻകൂർ സ്റ്റേറ്റിൽ ഈ ഒരു ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ. ആ സമയത്ത് ഫസ്റ്റ് രജിസ്ട്രാർ ട്രാവൻകൂറിൽ
ഫസ്റ്റ് രജിസ്ട്രാർ ആയിരുന്നത് സി ഗോവിന്ദപിള്ളയാണ് കേട്ടോ. ആരാണ്? ട്രാവൻകൂറിലെ ഫസ്റ്റ് രജിസ്ട്രാർ ആയിരുന്നത് സി ഗോവിന്ദപിള്ളയാണ് ഈ കാലഘട്ടത്തിൽ, അതായത് ഈ ആക്ട് പാസ് ചെയ്യുന്ന 1914 കാലഘട്ടത്തിൽ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ചോദിക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഫസ്റ്റ് ബാങ്ക്. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് കേട്ടോ. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ആണ്. അതിൻ്റെ ഡേറ്റ് എന്തായാലും ഓർത്ത് വെക്കണം. അത് 1915 23/11 പിന്നെ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഓൺ എന്ന് പറയണത് 18/1/1916. കാരണം അതിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇന്ന് കാണുന്ന കേരള ബാങ്കിൻ്റെ തുടക്കമാണ് അല്ലേ, അത് തുടർന്ന് വന്നിട്ടാണ് പിന്നെ മെർജിങ്ങും കൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് കാണപ്പെടുന്ന കേരള ബാങ്ക് എന്ന ഒരു ഫോമിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആരംഭഘട്ടമാണ് ഇപ്പോൾ അത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വർഷം 23/11/1915 പിന്നെ ഫങ്ഷനിങ് ചെയ്യുന്നത് 18/1/1916. അപ്പോൾ നിങ്ങൾ ഡേറ്റുകൾ പഠിക്കാൻ എഴുതി വെക്കുക. നിങ്ങളെപ്പോഴും കാണുന്ന ഭാഗത്ത് A4 സൈസ് പേപ്പറിൽ നിങ്ങൾ എഴുതി എവിടെയെങ്കിലുമൊക്കെ വെക്കുക. വീട്ടിൽ ഒട്ടിക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ വല്ല ടേബിളിലോ എവിടെയെങ്കിലുമൊക്കെ പേപ്പേഴ്സ് കാണുന്നിടത്ത് നല്ല ഭംഗിയിൽ വരച്ച്, ഇപ്പം തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ ഒരു ഡേറ്റ് മാത്രം മതി. ആ ഡേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഇനിയിപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് അത് എഴുതിക്കോളൂ, അതെന്താണെന്നും കൂടി എഴുതിക്കോളൂ. അത് കഴിഞ്ഞ് പഠിച്ചുറയ്ക്കുമ്പോൾ ഡേറ്റ് മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ അതിന്ന ഡേറ്റ് ഇതെന്ന ഡേറ്റ് അങ്ങനെ. ഇപ്പോൾ സമയം ഉണ്ടാവില്ല, എക്സാം ആവാനായി. പക്ഷെ പഠിച്ചു വരുന്നവർക്ക് അങ്ങനത്തെ ഒരു മെമ്മറി കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. എപ്പോഴെപ്പോഴും കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓർമ്മ നിൽക്കും. ഓക്കെ, പല പല വർഷങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് പഠിക്കാനുള്ള എളുപ്പം അങ്ങനെയാണ്. ഓക്കെ, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പെർമിറ്റ് ചെയ്യുന്നത് എന്ത് തരം രജിസ്റ്റർ ചെയ്യുന്നത് ഏത് തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്നാണ്. വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ് കേട്ടോ. വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പെർമിറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കൺവേർട്ട് ചെയ്തു. എങ്ങനെ? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട്. ഇവിടെ ആകെ വർഷങ്ങളുടെ കളിയാണ്. 1943 കേട്ടോ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പേര് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി മാറ്റിയത് 1943. അത് കഴിഞ്ഞ് വീണ്ടും റീനെയിം ചെയ്തു ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് 1951 തിരുക്കൊച്ചി സംയോജനം വന്നതിന് ശേഷം അവർ രണ്ടുപേരും ഒന്നിച്ചുല്ലോ. അപ്പോൾ ആ ഒന്നിച്ച പേര് വന്നത് 1954 ഓർത്ത് വയ്ക്കുക. ദ ബാങ്ക് വാസ് റീനെയിംഡ് ആസ് ട്രാവൻകൂർ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കിയത് 1954. ഓക്കെ, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് റീനെയിംഡ് ആസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പേര് മാറ്റിയത് നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിൻ്റെ സമയത്താണ്. 1/11/1956 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ അറിയുന്നത് കേട്ടോ. പിന്നെ കേരള ബാങ്ക് വന്നത് 29/11/2019. 29/11/2019. അപ്പോൾ ഇത്രയും വർഷം നമ്മൾ ഓർത്തു വെക്കണം. ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയത് 1/11/1956. തിരുക്കൊച്ചി ആ ഒരു പേരായത് 51 തിരുക്കൊച്ചി സംയോജനം കഴിഞ്ഞ് 54 വീണ്ടും പേര് മാറ്റി. പിന്നെ 43 പേര് മാറ്റുന്നുണ്ട്. അത്രയേ ഉള്ളൂ പേരുമാറ്റമായി ബന്ധപ്പെട്ടിട്ടോ. 43 പഠിക്കണം, 54 പഠിക്കണം, 56 പഠിക്കണം. ഇപ്പോൾ ഉള്ള കേരള ബാങ്ക് 29/11/2019 പഠിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് താലൂക്ക് ബാങ്ക് അണ്ടർ ദിസ് ഈ ഒരു ആക്ട് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന ഫസ്റ്റ് താലൂക്ക് ബാങ്ക് ഏതാണെന്ന്. നാഗർകോവിലായിരുന്നു. 1923 നാഗർകോവിലാണ് ഒരു താലൂക്ക് ബാങ്ക് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർഷം 1925. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർഷം 1925. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഭൂസ്വത്ത് ജാമിയ ബാങ്ക്. ഈ ഭൂസ്വത്ത് ജാമിയ ബാങ്ക് നമ്മുടെ KS കാർഡ് ബാങ്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള തുടക്കമാണ് കേട്ടോ. ഭൂസ്വത്ത് ജാമിയ ബാങ്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അത് ഈ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിൻ്റെ കാലത്തുള്ള ഫസ്റ്റ് പേരാണ് ഭൂസ്വത്ത് ജാമിയ ബാങ്ക്. ട്രാവൻകൂറിലായിരുന്നു 1931. പിന്നെ പല ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പോലെ ഒരുപാട് മെർജ് ചെയ്തിട്ടാണ് KS കാർഡ് ബാങ്കായി രൂപം കൊണ്ട്. അത് അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഭൂസ്വത്ത് ജാമിയ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് ട്രാവൻകൂറിൽ 1931. പിന്നെ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1938. ഈ ക്രെഡിറ്റ് ബാങ്കാണ് പിന്നെ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്
ടുക്ക് ഓവർ ചെയ്യുക, 1900 ടുക്ക് ഓവർ ചെയ്ത് അവരുടെ കൂടെയായിട്ട്. അതായത് നമ്മുടെ കേസ് കാർഡ് ബാങ്കിൽ അമാൽഗമേറ്റ് ചെയ്യപ്പെട്ടു 1956 ഇവരൊക്കെ. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്. ഓക്കെ, ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ആൻഡ് സ്റ്റാർട്ട് ഫങ്ഷനിങ് ഇൻ ദ ഇയർ. 1937 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും കേട്ടോ. ഓക്കെ, ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും എന്നാണ് 37. പിന്നെ എന്താ പറയുക, ഈ ടുക്ക് ഓവർ ചെയ്തിട്ട് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് ഒക്കെ ആക്കി മാറ്റുന്നത് പിന്നെ 38 കേട്ടോ. 38 പിന്നെ കേരള സ്റ്റേറ്റ് നമ്മുടെ കേസ് കാർഡ് ബാങ്കിൽ ലയിക്കുന്നത് 56. പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 1949. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ പബ്ലിഷ് ചെയ്തത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് ജേണൽ എന്നത് അവരുടെ പബ്ലിക്കേഷനാണ്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷനാണ്. പിന്നെ ഒരു കമ്മിറ്റീനെ വെച്ചിരുന്നു. അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന കോപ്പറേറ്റീവ് ലോ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റീനെ വെച്ചിരുന്നു. 1935 ദേവധരി കമ്മിറ്റി എന്നാണ് പറയണത്. ഈ ദേവധരി കമ്മിറ്റീനെ തന്നെയാണ് ഫാദർ എന്ന ഒരു പേരിൽ കേരള കോപ്പറേറ്റീവ് ഹിസ്റ്ററിയുടെ ഫാദർ എന്ന് പറഞ്ഞിട്ട് ഈ ചില ബുക്കിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ CSEB ഒക്കെ ആൻസർ കീയിൽ കേരളത്തിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയണത് ആരാണ്? AKG ആണ് കേട്ടോ. നമ്മുടെ CSEB മുൻവർഷ ചോദ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് കമ്മിറ്റീനെ വെച്ച കാരണമായിരിക്കാം ഇദ്ദേഹത്തിന് എന്തായത് ചില പുസ്തകങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ ഒരു ദേവധരി കമ്മിറ്റിയുടെ പേര് കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ CSEBയിലും അതുപോലെ CSEBയുടെ ക്വസ്റ്റ്യൻസ് PSC ഒക്കെ ചോദിക്കുന്നത് AKG എന്ന ലെവലിലാണ് ആൻസർ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ട്രാവൻകൂർ സ്റ്റേറ്റ് ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ഓൺ ദ റീസ്ട്രക്ചറിങ് ഓഫ് എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ലോ. അതാണ് ഈ ഒരു കമ്മിറ്റി കേട്ടോ, ദേവധരി കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളുള്ള കാരണം വർഷങ്ങളൊന്ന് നിങ്ങൾ ഊന്നൽ കൊടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് വർഷങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു പോവാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വർഷം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. എന്നാലല്ലേ നമ്മൾ പഠിച്ചതിനും ക്ലാസ് കേട്ടതിനൊക്കെ ഒരു ഉപകാരമുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ വർഷം ഏതാണ്? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ വർഷം കിട്ടിക്കാണും അല്ലേ? 1951. പിന്നെ കേരള സ്റ്റേറ്റ് നിലവിൽ വരുമ്പോൾ എത്ര ആക്റ്റുകൾ ഉണ്ടായിരുന്നു? 2 ആക്റ്റുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 പിന്നെ ഏതായിരുന്നു? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഈ രണ്ടുമാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ സംസ്ഥാന രൂപീകരണം നവംബർ 1956 ലിംഗ്വിസ്റ്റിക് ബേസിലാണെന്ന് അറിയാം. നമ്മുടെ KCS ആക്ട് നിലവിൽ വന്ന ഡേറ്റ് ഏതാണ്? 15/5/1969. ഓക്കെ, അത് അറിയണതാണ്. പിന്നെ കൊച്ചിയിൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11-നാണ്. പിന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ വർഷം എങ്ങനെയാണ്? 13 കേട്ടോ. കൊച്ചിൻ 1913. പിന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയി ബന്ധപ്പെട്ട് 2 ആളെ ഓർത്തിരിക്കണം. AR ബാനർജീനെ ഓർത്തിരിക്കണം, രാജഗോപാലാചാര്യനെ ഓർത്തിരിക്കണം. രാജഗോപാലാചാരി ആരായിരുന്നു? ഫോർമർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് മദ്രാസ് പ്രൊവിൻസ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വർഷം വരുന്നത് കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വർഷം ഓർത്തിരിക്കണം, 1918. കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വർഷം 1918. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ 1930. അതാണ് സഹകരണ പ്രബോധിനി, അതൊന്ന് ഓർത്തിരിക്കണം. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ്. പിന്നെ ട്രാവൻകൂറിലേക്ക് കടന്നാൽ 14-ലാണ് ആക്ട് പാസ് ചെയ്യുന്നത്. 3/3/1914 കേട്ടോ. 3/3/1914. പിന്നെ 1914 ഫസ്റ്റ് രജിസ്ട്രാർ ആരായിരുന്നു? ഗോവിന്ദപിള്ള ആയിരുന്നു. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപമായി ബന്ധപ്പെട്ട വർഷം പഠിക്കണം. 23/11/1915 പഠിക്കണം. 18/1/1916 പഠിക്കണം കേട്ടോ. 23/15/1915 പിന്നെ 18/1/1916. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ
ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് പേര് മാറ്റുമായി ബന്ധപ്പെട്ട് 3 വർഷങ്ങൾ പറഞ്ഞു. 43 പേര് മാറ്റാണ്. പിന്നെ ട്രാവൻകൂറും കൊച്ചിയും കൂടി തിരുക്കൊച്ചി സംയോജനം കഴിഞ്ഞിട്ട് പേര് മാറ്റിയത് 54. 51 തിരുക്കൊച്ചി സംയോജനം, 54 പേര് മാറ്റി. പിന്നെ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വീണ്ടും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്കിയത് നമ്മുടെ സംസ്ഥാന രൂപീകരണ സമയത്താണ്. അത് ഓർക്കാൻ എളുപ്പമാണ്. 1/11/1956. കേരള ബാങ്ക് വന്നത് 29/11/2019. അപ്പോൾ ഈ ട്രാവൻകൂറുമായി ബന്ധപ്പെട്ടിട്ട് അത്രയും വർഷങ്ങളാണ്. പിന്നെ ട്രാവൻകൂറിലെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 25-ലാണ്. ഭൂസ്വത്ത് ജാമിയ ബാങ്ക് 31-ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബാക്കിയുള്ള വർഷങ്ങൾ 35-ലെ ഈ ഒരു കമ്മിറ്റി ചോദിച്ചു കണ്ടിട്ടില്ല, നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, ഇനി കാണാത്തതാണോ എന്നറിയില്ല. ഇനി മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.